തൃശൂരിൽ നടന്ന ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച മിസ നാടകത്തിന്റെ പേരിലാണല്ലോ ഇപ്പോൾ വിവാദങ്ങൾ കൊഴുക്കുന്നത്. നാടകത്തിലെ ഒരു രംഗം അടർത്തിയെടുത്ത് അശ്ലീല ചുവയുള്ള ഗാനം ചേർത്ത് നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന് പിന്നാലെ ഉയർന്ന വിവാദത്തോടെ നാടകത്തിന്റെ രാഷ്ട്രീയവും കലാകാരിയുടെ സ്വാതന്ത്ര്യവും വീണ്ടും ചർച്ചയാകുകയാണ്. അടിയന്തരാവസ്ഥ കാലത്തെ രാഷ്ട്രീയ അടിച്ചമർത്തലും സ്നേഹലത റെഡ്ഡിയുടെ ജയിൽ അനുഭവങ്ങളും പ്രമേയമാക്കിയ നാടകം ചരിത്രത്തിലെ ഇരുണ്ട അധ്യായങ്ങളെ അതിന്റെ കാഠിന്യത്തോടെ തന്നെ അവതരിപ്പിക്കുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു. നാടകത്തിലെ അഭിനയരംഗം തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചതിലൂടെ താൻ ഉയർത്തുന്ന രാഷ്ട്രീയത്തോടുള്ള എതിർപ്പാണ് മറനീക്കി പുറത്തു വന്നിട്ടുള്ളതെന്ന് പറയുകയാണ് തിയേറ്റർ ആർട്ടിസ്റ്റും നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്ത ചിന്നൂസ് ചിലങ്ക. നാടകത്തിൽ ചിന്നൂസ് ചിലങ്ക അഭിനയിച്ച ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് അശ്ലീല ചുവയോടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതോടെയാണ് സംഭവം വാർത്തയാകുന്നത്. പ്രചരിക്കുന്ന ഭാഗങ്ങൾ മാത്രം കണ്ടാൽ അങ്ങനെ തോന്നുകയും ചെയ്യും എന്നതാണ് പ്രശ്നം. എന്നാൽ അങ്ങനെയല്ല. ഭരണകൂട ഭീകരതയെക്കുറിച്ചാണ് മിസ പറയുന്നതെന്ന് ചിന്നൂസ് ചിലങ്ക വ്യക്തമാക്കുന്നു. ഒരു അഭിനേതാവിന്റെ ഏറ്റവും വലിയ ആയുധം അവരുടെ ശരീരവും ശബ്ദവുമാണെന്ന് പറയുകയാണ് ചിന്നൂസ്. നാടകം കൃത്യമായ രാഷ്ട്രീയമാണ് പറയുന്നതെന്നും ചരിത്രബോധമില്ലാത്തവർക്ക് ചരിത്രം വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന ഇരു കൂട്ടർക്കും മിസ എന്ന നാടകം വലിയൊരു അടിയാണെന്നും ചിന്നു ചിലങ്ക പറയുമ്പോൾ എന്താണ് മിസ പറയുന്ന ആ നാടകമെന്ന് അറിയേണ്ടേ? 1971 പാർലമെന്റ് പാസാക്കിയ മെയിന്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട് എന്നതിന്റെ ചുരുക്കപ്പേരാണ് മിസ. 1975 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്ത് രാഷ്ട്രീയ എതിരാളികളെയും മാധ്യമ പ്രവർത്തകരെയും അന്യായമായി തടവിലിടാൻ ഈ നിയമം വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെട്ടിരുന്നു. ഈ നിയമപ്രകാരം അറസ്റ്റിലായ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന പ്രമുഖ സാമൂഹിക പ്രവർത്തകയും നടിയുമായിരുന്നു സ്നേഹലത റെഡ്ഡി. ബംഗളൂരു സെൻട്രൽ ജയിലിൽ 8 മാസത്തോളം തടവിൽ കഴിഞ്ഞവർക്ക് ആസ്മ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും കൃത്യമായ ചികിത്സ നിഷേധിക്കപ്പെട്ടു. പരോളിലിറങ്ങി ദിവസങ്ങൾക്കകം 1977 അവർ ഹൃദയാഘാതം മൂലം മരിച്ചു. ഭരണകൂട ഭീകരതയുടെ ഇരയായ സ്നേഹലത റെഡ്ഡിയുടെ ജയിൽ ജീവിതവും പോരാട്ടവും പ്രമേയമാക്കിയാണ് കോഴിക്കോട് ചിലങ്ക ഫ്ലോട്ടിംഗ് തിയേറ്റർ മിസ എന്ന നാടകം വേദിയിലെത്തിക്കുന്നത്. 1975 അടിയന്തരാവസ്ഥയിൽ തുടങ്ങി ഇന്ന് രാജ്യം ഭരിക്കുന്ന BJP സർക്കാരിന്റെ ഭരണകൂട ഭീകരത ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് മിസ എന്ന നാടകം സംസാരിക്കുന്നത്. ആർക്കും അറിയാത്ത ചരിത്രങ്ങളെ കണ്ടുപിടിച്ച് പഠിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഫ്ലോട്ടിംഗ് തിയേറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കലാരൂപം അത് സംവദിക്കാൻ ശ്രമിക്കുന്നത് എന്തെന്നു പോലും നോക്കാതെ ചില ഭാഗങ്ങൾ മാത്രമെടുത്ത് സദാചാരത്തിന്റെ കണ്ണിലൂടെ നോക്കുന്നവർ മറക്കാനും ശ്രമിക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് ഒരു ജനത അനുഭവിച്ച പീഡനങ്ങളെയാണെന്ന് പറയാതെ വയ്യ. കോഴിക്കോട് ചിലങ്ക ഫ്ലോട്ടിംഗ് തിയേറ്റർ ഇതിനു മുൻപും നിരവധി വേദികളിൽ ഈ നാടകം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അന്നൊന്നും ഉണ്ടാക്കാത്ത വിവാദമാണ് ഇപ്പോൾ സൃഷ്ടിക്കുന്നതെന്ന് പറയുമ്പോൾ പ്രശ്നം അത് ഡിവൈഎഫ്ഐ വേദിയിൽ പ്രദർശിപ്പിച്ചതാണോ എന്ന് തോന്നിപ്പോകും. നാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് 1975 മിസ നിയമപ്രകാരം ജയിലിലടയ്ക്കപ്പെട്ട സ്നേഹലത റെഡ്ഡിയുടെ ജീവിതം. ഭരണകൂടം കൊന്നുകളഞ്ഞ സ്നേഹലത റെഡ്ഡിയുടെ നാടകം ചെയ്തതുകൊണ്ട് മാത്രം ആക്രമിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്ത സഫ്ദർ ഹഷ്മിയുടെ പിന്മുറക്കാരിയാണ് താനെന്ന് ചിന്നു നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. കലാകാരിയായതിന്റെയും ചോദ്യം ചോദിച്ചതിന്റെയും പേരിൽ അടിയന്തരാവസ്ഥ കാലത്ത് കൊടിയ ഭരണകൂട പീഡനം നേരിട്ട ജീവിതമാണ് സ്നേഹലതയുടേത്. ആ സ്നേഹലതയുടെ കഥയാണ് മിസ എന്ന നാടകം പറയുന്നത്. വിഷയം കത്തിയതോടെ നാടകം വീണ്ടും പൊതുസമ്മേളന വേദിയിൽ പ്രദർശിക്കുമെന്ന നിലപാടിലാണ് ഡിവൈഎഫ്ഐ. മിസ നാടകത്തിന്റെ പേരിൽ സംഘടനയെ അപമാനിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഡിവൈഎഫ്ഐ വ്യക്തമാക്കുന്നുണ്ട്. നാളെ നാടകം വീണ്ടും പ്രദർശിപ്പിക്കുമെന്നാണ് ഡിവൈഎഫ്ഐ പറയുന്നത്. നാടകത്തിലെ രംഗങ്ങൾ മറ്റും പാട്ടിട്ട് വക്രീകരിച്ചു നൽകി മനോവൈകൃതത്തിനനുസരിച്ച് ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നാണ് ഡിവൈഎഫ്ഐയുടെ പരാതി. കോൺഗ്രസിന്റെയും BJPയുടെയും ലീഗിന്റെയും പ്രവർത്തകരും നേതാക്കളുമാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും ഡിവൈഎഫ്ഐ ചൂണ്ടിക്കാട്ടി. ഒരു കലാകാരിയോടുള്ള ഐക്യദാർഢ്യം മാത്രമായി ഇതിനെ ഒതുക്കാൻ കഴിയില്ല. ഈ നാടകം സംസാരിക്കുന്ന രാഷ്ട്രീയം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണമെന്ന ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ട്. എന്തിനുമൊപ്പം അശ്ലീലം ചേർത്ത് നവമാധ്യമങ്ങളിൽ വീഡിയോ ഇടുന്ന മുഖമില്ലാത്ത സൈബർ ഗുണ്ടകൾക്കുള്ള ഒരു അടിയായിട്ടും ഇതിനെ കാണാം. നാടകവും അതിലെ രംഗങ്ങളും അടിയന്തരാവസ്ഥയുടെ പ്രേതം വിട്ടൊഴിയാത്ത കോട്ടയത്തെ കോൺഗ്രസ്കാരുടെ പിൻതലമുറ സദാചാരവാദികളെ ഇന്നും അസ്വസ്ഥമാക്കുന്നതിൽ അത്ഭുതമൊന്നും തോന്നുന്നില്ലെന്നും
അതിനു കാരണം ആ നാടകം മുന്നോട്ട് വെക്കുന്നത് അത്രമേൽ തീക്ഷ്ണമായ ഒരു ചരിത്രമാണെന്നുമാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് പ്രതികരിച്ചത്. വിഷയത്തിൽ കലാരംഗത്ത് നിന്ന് തന്നെയുള്ളവരും പ്രതികരണങ്ങളുമായി വരുന്നുണ്ട്. പൊതുവെ ഇടതു പാർട്ടികളെയും പ്രവർത്തനങ്ങളെയും നിശിതമായി വിമർശിക്കാറുള്ള ജോയി മാത്യു മിസയെ പിന്തുണച്ച് രംഗത്ത് വന്നതാണ് അക്കൂട്ടത്തിലെ ശ്രദ്ധേയം. കാമം മാത്രമല്ല നഗ്നതയെന്നും ഔചിത്യം എന്നത് ഒരു കീഴടങ്ങലും അല്ലെന്നാണ് ജോയി മാത്യു പറയുന്നത്. ലൈംഗിക വിഷാദികളാണ് ഒരു നാടകത്തിലെ സ്ത്രീ സാന്നിധ്യത്തിന്റെ അർദ്ധനഗ്നത കണ്ട് ഓരിയിടുന്നത്. ഇതേ സദാചാരവാദികൾ നീല കലർന്ന സിനിമകൾ ഇരുട്ടിലിരുന്ന് ആസ്വദിക്കുന്നതിൽ തെറ്റ് കാണാത്തവരുമായിരിക്കും. അരനൂറ്റാണ്ട് മുമ്പ് വിഖ്യാത ശില്പി കാനായി കുഞ്ഞിരാമന്റെ മലമ്പുഴയിലെ യക്ഷി എന്ന അതിപ്രശസ്ത ശില്പം കണ്ട് നെറ്റിച്ചുളിച്ച അതേ കപട സദാചാരവാദികൾ ഇപ്പോഴും അവിടെ നിന്ന് ബസ് കിട്ടാതെ നിൽക്കുകയാണ്. അവരാണ് ഇപ്പോൾ ഒരു നാടകത്തിലെ സ്ത്രീ ശരീരത്തെക്കുറിച്ച് പരിഹസിക്കുന്നത്. ജോയി മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചു. കലയെയും അതിലടങ്ങിയിരിക്കുന്ന രാഷ്ട്രീയം, പ്രതിഷേധം എന്നിവയെയും തികച്ചും സദാചാരപരമായ വിടുവായുത്തങ്ങളിലൂടെ നേരിടാൻ ശ്രമിക്കുന്നത് കേരളം പോലൊരു സാംസ്കാരിക സമൂഹത്തിന് തെല്ലും അപലക്ഷണീയമല്ല. മിസ ഉയർത്തിപ്പിടിക്കുന്ന അടിയന്തരാവസ്ഥ കാലത്തെ ഭരണകൂട ഭീകരതയുടെയും സ്നേഹലത റെഡ്ഡിയുടെയും ത്യാഗത്തിന്റെയും ചരിത്രം അസഹിഷ്ണുതയോടെ വക്രീകരിക്കാൻ ശ്രമിക്കുന്നവർ യഥാർത്ഥത്തിൽ ഭയക്കുന്നത് ആ നാടകം ഓർമ്മിപ്പിക്കുന്ന തീക്ഷ്ണമായ ഓർമ്മകളെ തന്നെയാണ്. സാങ്കേതിക വിദ്യയെ ദുരുപയോഗം ചെയ്ത് അശ്ലീല പ്രചരണം നടത്തുന്ന സൈബർ ഇടങ്ങളിലെ അപഹാസ്യമായ സദാചാരവാദങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കാതെ അതിനെ തെരുവിലും വേദിയിലും പ്രതിരോധിക്കാൻ കലാകാരന്മാരും പ്രസ്ഥാനങ്ങളും തയ്യാറാകുന്നത് കലയുടെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും വിജയമാണ്. കലയെ കലയായി കാണാനും അതിലെ രാഷ്ട്രീയവും ചരിത്രവും സഹിഷ്ണുതയോടെ വിലയിരുത്താനുമുള്ള ബോധം സമൂഹത്തിൽ വളരേണ്ടതുണ്ട്.